അതിനുശേഷം കെ വി ആനന്ദും സൂര്യയും ഒന്നിക്കുന്ന മാട്രാൻ ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ കാത്തിരിക്കുന്ന ചിത്രമാണ്. ഏഴാം അറിവിൽ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ കഥാപാത്രങ്ങളായി വന്ന സൂര്യ മാട്രാനിൽ സയാമിസ് ഇരട്ടകളുടെ വേഷത്തിലെത്തുന്നു. ഒരു ശരീരവുമായി ജീവിക്കുന്ന വിമലൻ, അഖിലൻ എന്നീ സഹോദരങ്ങളായി സൂര്യ അഭിനയിക്കുന്നു. ആക്ഷൻ പാക്ക് എന്റർടൈനർ എന്ന വിശേഷണവുമായി എത്തുമ്പോഴും ചില സാമൂഹിക പ്രശ്നങ്ങളും മാട്രാനിൽ വിഷയമാകുന്നുണ്ട്. തന്റെ ചിത്രങ്ങളിൽ ഗൗരവമേറിയ സാമൂഹിക പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന സംവിധായകനാണ് കെ വി ആനന്ദ്. ആദ്യ ചിത്രമായ കനാക്കണ്ടനിൽ ജലദൗർലഭ്യവും അയലിൽ മയക്കുമരുന്ന് വിപണി സമ്പദ്ഘടനയിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളും കെ വി ആനന്ദ് പ്രമേയങ്ങളാക്കി. ഒടുവിൽ ചെയ്ത ചിത്രമായ കോയിൽ യുവജന രാഷ്ട്രീയവും നക്സലിസവും പത്രപ്രവർത്തനവുമെല്ലാം വിഷയമായെത്തി. മാട്രാനിലൂടെ ഇവയ്ക്കെല്ലാം ഒരു തുടർച്ച സൂര്യ ആരാധകരല്ലാത്ത സാധാരണ പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷകൾ നിറവേറ്റുന്ന ചിത്രമായിരിക്കും മാട്രാൻ എന്ന് സംവിധായകൻ കെ വി ആനന്ദ് പറയുന്നു. ஒரு கேரக்டர் தான் இது. பின்னாடி ஒரு பெரிய ஒரு பிரச்சனை இருக்கு. பிரச்சனை இந்த சென்ஸ் ஒரு சோசியல் இஷ்யூ வந்து அதுதான் மெயின் கதை. இது வந்து இந்த படத்தோட கதாபாத்திரங்கள் தான் இந்த அபிநயம் விமலன். നടനെന്ന നിലയിൽ പ്രേക്ഷകർക്ക് തന്നെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ അറിയാനായത് മാട്രാനിന്റെ കഥാപാത്രങ്ങളെ മികവുറ്റതാക്കാൻ സഹായകമായതായി നായകൻ സൂര്യ പറഞ്ഞു. அந்த மாதிரி நான் சிந்திச்சதில்லை. மற்ற கேரக்டர்ஸ் நான் சினிமாவில் அந்த அளவுக்கு பண்ணதில்லை. ஒரு ஸ்டடி ஒன்று நடந்துச்சு. இங்கே பண்ண படங்களே வந்து யார் யாருக்கு என்ன படங்கள் பிடிச்சிருக்கு அப்படின்னு நான் ஒரு தொலைக்காட்சி ஒரு ஷோ பண்ணதால ஒரு ஸ்டடி மாதிரி பண்ணாங்க. அதில் பெரும்பாலான சொன்னது சூர்யா வச்சு பார்க்க விரும்புறீங்க அப்படின்னு கேட்டதுக்கு வந்து பெரிய ஆன்சர் அயன் படத்தை சொன்னாங்க. அந்த மாதிரி கேரக்டர்ஸில் பார்க்க விரும்புகிறோம் அப்படின்னு. ஸோ இது வந்து ஒரு ஸ்டெப் நான் சொன்ன அடுத்த பண்ணிட்டு அந்த மாதிரியான என்டர்டைன்மெண்ட் ரெண்டு கேரக்டர்ஸ் ரெண்டு கேரக்டர்ஸ் வந்து அவ்வளோ விஷயங்கள் சொல்லி இன்னும் எவ்வளோ வந்து முடியும் எவ்வளோ புதுசாக பண்ண முடியும் ரெண்டு கேரக்டர்ஸும். പ്രമേയത്തിൽ മാത്രമല്ല സാങ്കേതിക മികവ് കൊണ്ടും മാട്രാൻ ശ്രദ്ധേയമാണ്. മോഷൻ ക്യാപ്ചർ ടെക്നോളജി ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യ ചിത്രമാണ് മാട്രാൻ. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ കൊച്ചടയാൻ ചിത്രീകരിച്ചു തുടങ്ങിയതും ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തന്നെ. കൊച്ചടയാന്റെ റിലീസ് നീളുന്നതിനാൽ ആ ബഹുമതി മാട്രാനെ തേടിയെത്തി. തെലുങ്കിൽ ബ്രദേഴ്സ് എന്ന് മൊഴി മാറ്റി മാട്രാൻ റിലീസ് ചെയ്യുന്നുണ്ട്. തെലുങ്ക് പതിപ്പിൽ സൂര്യയുടെ ഒരു കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് സഹോദരനും നടനുമായ കാർത്തിയാണ്. കാജൽ അഗർവാൾ, വിവേക്, സച്ചിൻ ഖഡേക്കർ, താര തുടങ്ങിയ താരങ്ങളുടെ സാന്നിധ്യവും മാട്രാന്റെ വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. ഹാരിസ് ജയരാജിന്റേതാണ് സംഗീതം. മാട്രാൻ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രദർശന കേന്ദ്രങ്ങളുടെ എണ്ണം പുറത്തു വന്നിട്ടില്ലെങ്കിലും വിതരണാവകാശ വിൽപ്പനയിൽ സൂര്യയുടെ ഇതുവരെയുള്ള ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ തുകയാണ് മാട്രാൻ നേടിയത്. പ്രതീക്ഷിച്ച് വിജയം നേടാതെ പോയ ഏഴാം അറിവിന്റെ അനുഭവത്തിൽ നിന്നൊരു തിരിച്ചുവരവിനുള്ള ശ്രമം കൂടിയാണ് സൂര്യയ്ക്ക് മാട്രാൻ. നെഞ്ചിൽ ഉലവുവാൻ